ചാലക്കുടി ഡിപ്പോയിൽ നിന്നും മലക്കപ്പാറയ്ക്ക് ഉല്ലാസയാത്ര പുറപ്പെട്ട KSRTC ബസ്സിനെ കുറേ നേരം പുറകോട്ടെടുപ്പിച്ച കബാലി എന്ന കാട്ടാന യാത്രക്കാരെ എല്ലാവരും പരിഭ്രാന്തരാക്കി. അപ്പോൾ ആ KSRTC ബസ് ഡ്രൈവറായ ഷാജു ചേട്ടൻ വളരെയധികം മനോധൈര്യത്തോടുകൂടി ആ യാത്രക്കാരെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് ആ ബസ് കിലോമീറ്ററുകളോളം പുറകോട്ടെടുത്ത കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ ഷാജു ചേട്ടൻ്റെ വാക്കുകളും എന്നെ വിളിച്ച് പറഞ്ഞ വാക്കുകളും ഞാൻ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഗിരീഷ് സാറേ, ഇന്നിപ്പോ നമ്മള് ഒരു BTC ട്രിപ്പ് പോയതാണ്. രാവിലെ 8 മണിക്ക് നമ്മൾ മലക്കപ്പാറയ്ക്ക് പോയത്, ചാലക്കുടി ഡിപ്പോന്ന് എടുത്തത്. അങ്ങനെ പോയി നമ്മള് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി. നമ്മൾ പെൻസ്റ്റോക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഫസ്റ്റ് ട്രെയിനിങ്ങില്ല കുത്തുവളവ്, പെൻസ്റ്റോക്ക് എത്തുന്നതിനേക്കാളും മുമ്പുള്ള ഫസ്റ്റത്തെ വളവ്. ആ വളവിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കാറുകാരൻ അവിടെ നിന്നിട്ട് തിരിക്കുന്നുണ്ട്. തിരിച്ചവൻ മിന്നായം പോലും ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മൾ ബസ് അവിടെ ഇട്ട് തിരിക്കാൻ പറ്റില്ല. ഞാൻ നോക്കിയപ്പോൾ ആന അവിടെ നിന്ന് ഇറങ്ങിയവനുണ്ട്. അപ്പോൾ അങ്ങനെ ഇവൻ എൻ്റെ തൊട്ടടുത്തേക്ക് ഫ്രണ്ടിലേക്ക് വന്നു. എനിക്ക് മനസ്സിലായി കബാലിയെന്ന് മനസ്സിലായി. കബാലി നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാനും ബാക്ക് ഇട്ടു. ഞാൻ ബാക്ക് ഇട്ടു. അപ്പോൾ ഇവൻ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്ന് പയ്യപ്പോൾ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരാം. അപ്പം ഞാൻ നോക്കി കഴിയുമ്പോൾ ഒരു സൈഡ് കൊക്കയാണ്, ഒരു സൈഡ് മലയുടെ ഒരു സൈഡ് ഉണ്ടല്ലോ. അപ്പം ഞാനപ്പോൾ മലയുടെ സൈഡുള്ള സൈഡിലേക്ക് അങ്ങോട്ട് പറ്റിച്ചാണ് ഒതുക്കിയിട്ട് ആളുകളോട് എല്ലാവരോടും പറഞ്ഞു ആ സൈഡിൽ ഷട്ടർ ഇട്ടോളം പറഞ്ഞു. ഷട്ടർ ഇട്ടു. ഒരു 1/2 കിലോമീറ്റർ അടുത്തോളം നമ്മൾ അങ്ങോട്ട് ബാക്ക് പോയി. 1/2 കിലോമീറ്ററിലേക്ക് കൂടുതൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ കുറേ ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് കാറുകാർ, എൻ്റെ ബാക്കിൽ ഒരുപാട് വണ്ടിക്കാർ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് നമ്മളെ കുത്തണ്ടോന്ന് നോക്കാൻ. പക്ഷെ ഇവ ഇങ്ങനെ എന്നെ ഇങ്ങനെ പറയൽ ഇങ്ങനെ വന്ന് ഞാൻ എനിക്കൊരു സൈഡുള്ള സ്ഥലത്ത് ഞാനവിടെ ഒതുക്കി കഴിഞ്ഞപ്പോൾ ഇവൻ തൊട്ടടുത്ത് വന്നിട്ട് ഒരു അലർച്ച കളറി അങ്ങോട്ട് മാറിപ്പോയി. ഞാൻ അങ്ങോട്ട് ഫ്രണ്ട് എടുത്ത് പോകുന്നുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാറുകാരൻ എന്നെ കുത്തണം നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. ചെന്നോണം ഞാൻ ഈ കാറിന് ഒരു തട്ടാണ് തട്ടി കൊടുത്തത്. ആന കാറിൻ്റെ ബ്രേക്ക് ലൈറ്റും സാധനമൊക്കെ പാടെ തെറിച്ചു പോയി. അവൻ ആ തട്ട് കൊള്ളുന്നവരവിടെ നോക്കിയിരുന്നു. തട്ട് കൊണ്ടുപോയി ഇപ്പോൾ എടുത്തുകൊണ്ട് ഒറ്റ പോക്കും പോയി. അങ്ങനെയായിരുന്നു ഇന്നത്തെ പരിപാടി. വേറെ വലിയ നമ്മളെ ശല്യമൊന്നും ചെയ്തില്ല. കാരണം സ്ഥിരമായിട്ട് ബസ് നമ്മൾ സ്ഥിരമായിട്ട് കാണണ്ടല്ലോ. ബസ്സിനൊന്നും ശല്യം ചെയ്തില്ലെന്ന്. അങ്ങനെ ബസ്സിന് വലിയ ആക്രമണം ചെയ്യാറില്ല. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ തിരിച്ചു വന്നപ്പോൾ കുറേ ആനക്കയത്തുണ്ടായിരുന്നു, കാട്ടുപോത്തുണ്ടായിരുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു ഇന്ന്. ഭാഗ്യം കുറച്ച് കൂടിപ്പോയി. നമുക്ക് ആനക്ക് മാറാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഇതും ഫുള്ള് പുറകോട്ട് കൊണ്ടുവല്ലേ. ബാക്ക് നോക്കട്ടെ, ബാക്ക്. ഇനിയിപ്പോ നമ്മളിങ്ങനെ ബാക്ക് പോയിക്കോട്ടെ കാര്യമില്ല. നമുക്ക് അവിടെ മാറ്റി പിടിച്ച് പോവാനെ വേണ്ട. പൊടി വരും. ബാക്കിൽ വണ്ടിയൊന്നുമില്ലല്ലോ. ബാക്ക് ക്ലിയർ അല്ലേ? ബാക്ക് ലെഫ്റ്റ് കൊടുക്കാം. ഏത് ബാക്കിന്നോ? അന്ന് നമുക്ക് ഫ്രണ്ടാണ് വെച്ച് നോക്കിയാലോ. എങ്ങോട്ടേലൊന്ന് പോടാ. ഇവിടെ വഴി നടക്കി പറഞ്ഞിട്ടില്ലേ. പക്ഷെ അവന് മാറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആക്രമിക്കാനുള്ള ശൈലി അതല്ല. പക്ഷെ നമുക്ക് ആ സൈഡിലേക്ക് കാറ്റ് അങ്ങോട്ട് പോകും. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകും. അതെ, ഇനി ആരെ കാണണ്ട. ബാക്ക് നോക്കിയോ, ബാക്ക് നോക്കിയാ അവനങ്ങോട്ട് കടത്തരുത്. അവനപ്പുറത്തേക്ക് നിൽക്കണം. ഒരു സൈഡിൽ പോടാ. അതെ, നീ ഒന്ന് തീരുമാനിക്കതിലൊന്ന് എങ്ങട്ടാ. അവൻ ഇങ്ങോട്ട് നിങ്ങൾ കടന്നെത്തോ ഈ കാപ്പിലേക്ക്. ഒരു ലേശം കൂടിയാണ് എടുത്തോളാം. അല്ല, റൈറ്റ് സൈഡിൽ സ്ഥലമുണ്ട്. ആനയ്ക്ക് പോകാനുള്ള സ്ഥലമുണ്ട് റൈറ്റ് സൈഡിൽ. ബാക്ക് നോക്കിയേ. ആ സൈഡ് കാണിയെന്ന് ഇനി ഇങ്ങോട്ട് ചേട്ടാ ഒതുക്കിയാ ഇങ്ങോട്ട് അടിച്ചോ. ബൈ.